ഹരേ കൃഷ്ണ. സത്യം വരം ധീമഹി. ഇന്ന് ഭഗവാൻ ശ്രീ ഗുരുവായൂരപ്പൻ്റെ ശ്രീവത്സത്തെക്കുറിച്ചുള്ള കഥ പറയാം. ഒരിക്കൽ സരസ്വതി നദീതീരത്ത് കുറേ ഋഷിമാർ ചേർന്നിട്ട് ഒരു സത്രം സംഘടിപ്പിച്ചു. അപ്പോൾ ഈ സത്രത്തിൽ അവർ തമ്മിലിങ്ങനെ സംഭാഷണം ചെയ്യുന്ന സമയത്ത് ത്രിമൂർത്തികളിൽ ആരാണ് മഹാൻ എന്നൊരു തർക്കമുണ്ടായി. അപ്പോൾ ഈ ഋഷീശ്വരന്മാരെല്ലാവരും കൂടി ബ്രഹ്മപുത്രനായ ഭൃഗു മഹർഷിയെ ഇതൊന്ന് പരീക്ഷിച്ച് വരുന്നതിനായി ഏർപ്പാടാക്കി. അതിൻ പ്രകാരം ഭൃഗു മഹർഷി സ്വന്തം പിതാവായ ബ്രഹ്മദേവൻ്റെ അടുത്തേക്ക് തന്നെ ആദ്യം പോയി. ബ്രഹ്മലോകത്ത് ചെന്നപ്പോൾ ബ്രഹ്മദേവൻ അങ്ങനെ സിംഹാസനത്തിൽ ഇരിക്കുകയാണ്. ഇത് കണ്ട ഭൃഗു മഹർഷി അദ്ദേഹത്തിനെ സ്തുതിക്കുകയോ നമസ്കരിക്കുകയോ ഒന്നും ചെയ്യാതെ തന്നെ അദ്ദേഹത്തിൻ്റെ അടുത്തിരുന്ന മറ്റൊരു സിംഹാസനം ഇരുന്നു. ഇത് കണ്ട ബ്രഹ്മദേവന് വളരെ കോപമായി. കാരണം തന്നെ ഒന്ന് നമസ്കരിക്കുകയോ സ്തുതിക്കുകയോ ഒന്നും ചെയ്യാതെ കയറിയിരിക്കുന്ന തൻ്റെ പുത്രനെ കണ്ടപ്പോൾ കോപം കൊണ്ടിങ്ങനെ ജ്വലിക്കുകയാണ് ബ്രഹ്മദേവൻ. പക്ഷേ ഭൃഗു മഹർഷി ഉണ്ടല്ലോ ഇത് മനസ്സിലാക്കിയിട്ട് അവിടെ നിന്ന് ഒന്നും പറയാതെ എണീറ്റ് പോയി. പിന്നീട് അദ്ദേഹം കൈലാസത്തിലാണ് പോയത്. കൈലാസത്തിൽ ചെന്നപ്പോൾ മഹാദേവൻ അദ്ദേഹത്തെ കണ്ട സന്തോഷം കൊണ്ട് അദ്ദേഹത്തെ ആലിംഗനം ചെയ്യാനായിട്ട് ഓടി വരികയാണ്. ഇത് കണ്ട ഭൃഗു മഹർഷി പറഞ്ഞു, നിക്ക് നീ ശ്മശാനത്തിൽ വസിക്കുന്നവനാണ്, മാത്രമല്ല അസ്ഥിമാലയും ധരിച്ചിരിക്കുന്നു. ഇപ്രകാരം സജ്ജന സമ്പ്രദായം തെറ്റി നടക്കുന്നവനാകയാൽ നീ എന്നെ ആലിംഗനം ചെയ്യേണ്ട. ഇത് കേട്ട മഹാദേവനുണ്ടല്ലോ കോപം അടക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ കലങ്ങി ശൂലമുയർത്തിയ ഭൃഗുവിനെ കൊല്ലാനായിട്ട് ഇങ്ങനെ തയ്യാറായി നിൽക്കുന്ന സമയത്ത് പാർവതി ദേവി ഓടി വന്ന് അദ്ദേഹത്തിൻ്റെ പാദത്തിൽ നമസ്കരിച്ചുകൊണ്ട് അദ്ദേഹത്തെ സ്തുതിക്കുകയാണ്. ഇത് വെറുമൊരു പരീക്ഷണമാണ് എന്ന് പാർവതി ദേവി പറയുകയാണ്. അത് കേട്ട് ഭൃഗു മഹർഷി അവിടെ നിന്ന് നേരെ വൈകുണ്ഠത്തിലേക്ക് പോവുകയാണ്. വൈകുണ്ഠത്തിലെത്തിയപ്പോൾ ശ്രീദേവിയുടെ മടിയിൽ ഇങ്ങനെ തലയും വെച്ച് കിടക്കുന്ന ഭഗവാൻ നാരായണനെ ഭൃഗു മഹർഷി കാണുകയാണ്. കണ്ട മാത്രമേ തന്നെ ഭൃഗു മഹർഷി അദ്ദേഹത്തിൻ്റെ അതായത് ഭഗവാന്റെ മാറിടത്തിൽ തൻ്റെ കാലുകൾ കൊണ്ട് ഒറ്റ ചവിട്ടാണ്. ഉടനെ തന്നെ ഭഗവാൻ അവിടെ നിന്ന് ചാടി എണീറ്റ് ആ മഹാമുനിയെ ദണ്ഡനമസ്കാരം ചെയ്തിട്ട് ഇങ്ങനെ പറയുന്നു, ഹേ ബ്രഹ്മൻ, അങ്ങേക്ക് സ്വാഗതം. ഈ സിംഹാസനത്തിൽ അല്പസമയം ഇരുന്ന് വിശ്രമിക്കൂ. അങ്ങയുടെ വരവിനെ ഞാൻ അറിഞ്ഞതേയില്ല. എൻ്റെ അപരാധത്തെ അങ്ങ് ക്ഷമിച്ചാലും. ഹേ മഹാമുനി, അങ്ങയുടെ പാദങ്ങൾ വളരെ മൃദുവായിരിക്കുന്നല്ലോ. എന്നെ ഇങ്ങനെ ചവിട്ടിയ സമയത്ത് അങ്ങയുടെ പാദങ്ങൾ വേദനിച്ചുവോ എന്ന് ചോദിച്ചുകൊണ്ട് ഭഗവാൻ അദ്ദേഹത്തിൻ്റെ പാദങ്ങളിൽ തൻ്റെ സ്വന്തം കൈകൊണ്ടിങ്ങനെ തലോടി കൊടുക്കുകയാണ്. എന്നിട്ട് ഭഗവാൻ പറഞ്ഞു, അങ്ങയുടെ പാദസ്പർശം മൂലം എൻ്റെ സർവ്വപാപങ്ങളും നശിച്ചിരിക്കുന്നു. ലക്ഷ്മി ദേവി എൻ്റെ മാറിൽ അങ്ങയുടെ പാദസ്പർശം ഉണ്ടായ ഈ സ്ഥലത്ത് നിത്യവും വസിക്കുന്നതാണ്. ഈ ഒരു ഭാഗത്തെയാണ് ശ്രീവത്സം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇതൊക്കെ കണ്ടും കേട്ടിട്ടും ഒക്കെ ഭൃഗു മഹർഷി ഒന്നും പറയാൻ കഴിയാതെ നിറഞ്ഞ കണ്ണുകളോടെ ഇങ്ങനെ നിൽക്കുകയാണ്. അദ്ദേഹത്തിന് ഒന്നും സംസാരിക്കാൻ കഴിയാതെ അദ്ദേഹം അവിടം വിട്ട് നേരെ സരസ്വതി നദീ തീരത്തെത്തി മഹർഷിമാരോട് ഈ വിവരങ്ങളൊക്കെ അറിയിക്കുന്നു. ഇതെല്ലാം കേട്ട മഹർഷിമാരെല്ലാവരും കൂടി ഒരു തീരുമാനത്തിൽ എത്തുകയാണ്. ത്രിമൂർത്തികളിൽ വെച്ച് വിഷ്ണു തന്നെയാണ് ഏറ്റവും മഹാൻ. എന്തുകൊണ്ടെന്നാൽ പരമശാന്തിയെയും രക്ഷയും വിഷ്ണുവിൽ നിന്ന് മാത്രമേ സിദ്ധിക്കുകയുള്ളൂ എന്നൊരു തീരുമാനത്തിൽ അവർ എത്തിച്ചേരുന്നു. നമ്മുടെ ഏത് പ്രാർത്ഥനയായാലും പ്രവൃത്തിയായാലും ഒക്കെ അവസാനം ശ്രീ ഗുരുവായൂരപ്പനിൽ തന്നെയാണ് വന്നു ചേരുന്നത് അല്ലേ. സർവദേവ നമസ്കാരം കേശവം പ്രതി ഗച്ഛതി. ഹരേ കൃഷ്ണ. സത്യം വരം ധീമഹി.